അസ്സലാമലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. ഈവനിങ് ടൈമിലാണ് കേട്ടോ മഴ പെയ്യുന്നത്. ചുമ്മാ വ്ലോഗിൻ്റെ ഫസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ രാവിലെ തൊട്ട് തന്നെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് വന്നിട്ടുണ്ടായിരുന്നു, ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ഒന്നും ആയിരുന്നില്ല നമുക്ക്. എന്നാലും വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വ്ലോഗ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ചായ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പാലൊക്കെ ഒഴിച്ചു. ചായപ്പൊടി ഏകദേശമൊക്കെ തീർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചായ ആയപ്പം ചായ അരിച്ചൊഴിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മളുമായിട്ട് പറയണം. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ വ്ലോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അതിന് ഇങ്ങനെ കമൻറ്റും ഒക്കെ നിങ്ങളുടെ അറിയിക്കണം കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ. അങ്ങനെ ചായ ആയപ്പോൾ ഞാൻ വേഗം പോയി ചായ കൊണ്ടുപോയി കൊടുത്ത് ഞാൻ അവിടെ ഇരുന്ന് ചായ എല്ലാം കുടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇക്ക ജോബിന് പോകുന്നുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഞാൻ ഇക്കാക്ക് വേണ്ടിയിട്ട് ഇന്ന് ഓട്സാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ നമ്മൾ വേഗം പോയി വാഷിങ്ങിനിട്ടു. ചിക്കനും മട്ടനൊക്കെ എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചേക്കുവാണ് കേട്ടോ. സമയം കിട്ടുകയാണെങ്കിൽ മട്ടൻ വെക്കണം. ചിക്കൻ്റെ സമയത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വയ്ക്കാൻ പോകുന്നത്. അതേപോലെ FBയിൽ താത്ത ഭയങ്കര തടിച്ചു, താത്ത പഴയതുപോലെ തന്നെ ആവണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളൊരു 2 ആഴ്ച കഴിഞ്ഞിട്ടൊരു ഡയറ്റ് തുടങ്ങുന്നുണ്ട്. ഇൻഷാല്ലാ പഴയതുപോലെ തന്നെ ആവണം. ഒരു 5-6 കിലോയെങ്കിലും കുറയ്ക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പം ഞാൻ വേഗം പോയി അടിച്ചു വാരി എടുക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ എന്താ മുറ്റത്ത് മെറ്റൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളോട്. അത് നമ്മുടെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ റൂമിൽ ബാത്റൂമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ പണിക്കാർ ഉള്ളിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വേഗം പോയി അടിച്ചു വാരിയൊക്കെ സെറ്റാക്കിയിട്ടു. ചിലപ്പോഴായിരിക്കും കേട്ടോ ഇന്ന് ഉള്ളിലൂടെയുള്ള പണിയൊക്കെ. അധികം പുറത്ത് വശത്തൂടെ തന്നെയാണ് അവർ ഇത്രയും ദിവസം പണി ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതാ ബാക്കിലൊക്കെ ഒന്ന് പോയി അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ താത്ത ഗീ റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജീരകശാലയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ എന്നെപ്പോലെ ഗരം മസാല യൂസ് ചെയ്താലും ചിക്കൻ മസാല യൂസ് ചെയ്യുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട്, കുറേ ആൾക്കാർക്ക് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മുടെ ഫ്രിഡ്ജൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ല കാണിക്കാം. എന്തായാലും ഒരു 1 വീക്ക് നമ്മൾ കുറച്ച് ബിസി ആയിരിക്കും കേട്ടോ. അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ ആ ബിസി കഴിഞ്ഞിട്ട് പറയാം, ഓക്കെ. അപ്പോൾ എന്തായാലും ബാക്കിലൊന്ന് വേഗം പോയി അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇക്കാക്കുള്ള ഓട്സ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു വ്ലോഗ് ശരിക്കും കാണാറില്ല. ജിനിത്താൻ്റെ വ്ലോഗ് എന്നും മുടങ്ങാതെ കാണും. ഒത്തിരി ഇഷ്ടമാണ് ജിനിത്താനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതേപോലെ ജിനിത്താൻ്റെ അടുത്ത് ഞാൻ മിണ്ടില്ല, എൻ്റെ കമൻറ്റ് മാത്രം വായിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേത് കമൻറ്റാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കാണുന്ന കമൻറ്റ്സ് ഇങ്ങനെ വായിച്ചിട്ട് പോകാറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിയാ സീഡ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. എനിക്ക് കഴിക്കാനും അതുപോലെ ഓട്സിലിടാനും കൂടിയാണ് കേട്ടോ വെള്ളത്തിലിട്ടത്. അങ്ങനെ ഇതാ നമ്മുടെ ഓട്സ് റെഡിയായപ്പോൾ ഞാൻ കുറച്ച് ക്യാഷ് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ചിയാ സീഡ് കുതിർത്തിയതും ഇച്ചിരി വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇക്കാൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറട്ടെ പറഞ്ഞിട്ട് ഫുള്ള് സ്പീഡിൽ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇക്കതാ റെഡിയായി വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ ഷെമിത്ത ആരാണ് ഒരുപാട് കമൻറ്റാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഉമ്മാൻ്റെ അനിയത്തിയുടെ മോളാണ്. എൻ്റെ പഴയ വ്ലോഗൊക്കെ കണ്ടവർക്ക് എന്തായാലും അറിയാം മൂപ്പത്തിയരെ. അങ്ങനെ ഞങ്ങൾ ഓരോ കമൻറ്റിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടാണ് എന്താ പറയുക ഇക്ക ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതുപോലെ ഇത്ത ഭയങ്കര ഇന്നസെൻ്റാണ്. ആ സംസാരം കേട്ടാൽ അറിയാമെന്ന് പഠിച്ചോനെ. എനിക്ക് ദേഷ്യവും സങ്കടവും എല്ലാ ഇമോഷൻസും ഉണ്ട്, എനിക്ക് വരാറുണ്ട്. ഇന്നസെൻ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലല്ലേ ഉണ്ടാവുക. അങ്ങനെ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്ന ഒരു കാര്യം ഇന്നും കൂടെ സംഭവിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അതായത് എനിക്ക് ഉറക്കം രാത്രി ഒരു 12 മണിയൊക്കെ ആവും ഞാൻ എൻ്റെ എഡിറ്റിങ്ങും അപ്ലോഡും ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഉച്ചയ്ക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഉറങ്ങാറുണ്ട് കേട്ടോ. ഉറങ്ങി ഒരു എന്താ പറയുക ഒരു 15-20 മിനിറ്റാണ് ഞാൻ ഡീപ്പ് സ്ലീപ്പ് ചെയ്യാറ്. ആ ടൈമിൽ വന്നിട്ട് അയൻകുട്ടി വന്നിട്ട് അങ്ങ് വിളിക്കും. എനിക്ക്
ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ്. ചില സമയത്ത് ഞാൻ അവനെ അടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതിന് എന്തെങ്കിലും ഒരു 2 അടിയെങ്കിലും ഞാൻ കൊടുക്കും, എനിക്ക് അത്രയും ദേഷ്യം വന്നാൽ കേട്ടോ. അങ്ങനെ നമ്മുടെ ചിയാ സീഡിൻ്റെ ഇതാണ് കേട്ടോ ഞാൻ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ അത് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇക്കതാ പോകുന്നു. യാത്രയൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഉപ്പാൻ്റെ മുഖത്ത് എന്തോ ഒരു സന്തോഷമില്ലാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയ ശേഷം ഞാൻ വേഗം വന്ന് പാത്രങ്ങളൊക്കെ കഴുകി. എൻ്റെ മാക്സി എനിക്ക് ഭയങ്കര ലൂസാണ്. ഇങ്ങനെ ഉമ്മമാർ ഇടുന്ന മാക്സി പോലെ ഉണ്ടല്ലേ, ഫുൾ കൈയൊക്കെ ആയിട്ട്. എനിക്ക് കംഫർട്ട് ഉണ്ട് കേട്ടോ. കളറും ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞാൻ ഇതിലൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല, അതുകൊണ്ടാണ്. അതുപോലെ എൻ്റെ മോനും ഒഗ്ഗി കാണാറുണ്ട്. ഞാനും ഒഗ്ഗി ഫാനാണ് കേട്ടോ. പിന്നെന്താ, അസ്സലാമു അലൈക്കും. ഞാൻ ജിനിയുടെ നാട്ടുകാരിയാണ്. എല്ലാ വ്ലോഗും മുടങ്ങാതെ കാണാറുണ്ട്. അലനല്ലൂർക്ക് പോയപ്പോൾ ജിനിയുടെ വീട് കണ്ടു. പുറത്ത് ആരെയും കണ്ടില്ല. കമൻറ്റ് റേറ്റ് അറിയാത്തതുകൊണ്ട് എൻ്റെ പേരക്കുട്ടിയാണ് റേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഉമ്മയും ഉപ്പയും മാത്രമല്ലേ അവിടെ. അപ്പോൾ അവരങ്ങനെ പുറത്ത് ഉണ്ടാവാറില്ല. രാവിലെ കുറച്ച് സമയം ഉപ്പയിരിക്കും, ഉമ്മ അധികവും ഉള്ളിൽ തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെയാണ്. ഇനി അവരെ കാണുമ്പോൾ ഇറങ്ങി സംസാരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, അവർ സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇതാ നമ്മുടെ ചട്നിക്കുള്ള തേങ്ങയൊക്കെ റെഡിയാക്കി ഞാൻ വേഗം പോയി ചട്നി അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അവർ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നല്ല മുരിഞ്ഞ റോസ്റ്റ് ഉണ്ടാക്കിയപ്പം എനിക്കും ഭയങ്കര കൊതിയായി. റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര കൊതിയായി. അപ്പം എനിക്കൊരു റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും അതിൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെന്താണ്, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. ഇനിയും ഒരുപാട് കമൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഞാനെല്ലാം നോക്കിയിട്ട് പതുക്കെ റിപ്ലൈ തരാം. പിന്നെ അതേപോലെ 2 ദിവസമായിട്ട് എനിക്ക് എല്ലാ കമൻറ്റിനും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം ഞാൻ അതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം ഇങ്ങനെ ബിസി ആയി പോവുകയാണ്. നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സ്കൂള് ഇതിൻ്റെ പിന്നെയും ബുക്ക് കവറിങ്ങും ഇതൊന്നും ചെയ്തിട്ടില്ല. ബാഗ് മേടിക്കൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഓരോ വീഡിയോസും പഴയതിനേക്കാൾ പെർഫെക്റ്റായി വരുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. വീഡിയോയിൽ കിച്ചൺ കുക്കിംഗ് ടിപ്സ് കൂടി ഉൾപ്പെടുത്തുക, എല്ലാവരും ഹെൽപ്ഫുള്ളാവും എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഞാൻ കുക്കിംഗ് ടിപ്സുകൾ ഞാൻ പറയാം കേട്ടോ. ഞാൻ അധികം ഉൾപ്പെടുത്താറില്ല അല്ലേ, അത് ഇൻഷാ അല്ലാ പറയാം. പിന്നെ ഈ കറി പാലക്കാട് വന്നപ്പോൾ കഴിക്കാൻ തുടങ്ങിയതാണ്. അമ്മ ഉണ്ടാക്കാറുണ്ട്. അതായത് നമ്മുടെ കോഴിച്ചാറ്, നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം ചാറാണല്ലോ നമ്മൾ കോഴിച്ചാറ്, അതായിരിക്കും പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങളുടെ നാട്ടിൽ പാലിൻ്റെ വില എന്താണ്? നമ്മുടെ നാട്ടിൽ സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിക്കുകയാണെങ്കിൽ 1 ലിറ്ററിന് 50 രൂപയാണ്. നമ്മൾ കോമൺ ഡേയ്സിൽ 70 രൂപയ്ക്ക് പാല് മേടിക്കും. സൺഡേയിൽ മാത്രം 100 രൂപയ്ക്ക് പാല് മേടിക്കും. അപ്പം നമുക്ക് ഇവിടെ പാല്, തൈര്, നെയ്യ്, ബട്ടർ ഇതെല്ലാം ആവശ്യമാണ്. അത് കാരണമാണ് നമ്മൾ ഇത്രയും വില കൊടുത്തിട്ട് പാല് മേടിക്കുന്നത്. 70 രൂപയ്ക്ക് ഡെയിലി പാല് മേടിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അങ്ങനെ എൻ്റെ അടുത്ത് വെയിറ്റ് ലോസിൻ്റെ ഫുഡ് ഇടാൻ പറ്റുമെന്ന് നല്ല സാധനം കാണിച്ചിട്ടല്ലേ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചത് കേട്ടോ. ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കുറച്ച് വിരുന്നുകാർ വന്നു. ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിക്കാൻ വേണ്ടി പോയിരുന്നു, ഞാനും അയാൻകുട്ടിയും കൂടി. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉഴുന്നുവട. അങ്ങനെ ഇന്ന് റിഹാനും അയാനും കൂടി പോയി മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഒരു 10-11 മണിയാകുമ്പോൾ പോയി മേടിച്ചിട്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തു. പപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാം. എല്ലാം ട്രൈ ചെയ്യൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഡയറ്റിങ് തുടങ്ങാനില്ലേ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടി കണ്ടില്ലേ, എന്നെ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കുള്ള കറിയും ചോറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മുടെ മട്ടൻ കബാബ്. മട്ടൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് വലിയുള്ളി, ക്യാപ്സിക്കം, അതുപോലെ കറിവേപ്പില, ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി വലിയ ജീരകത്തിൻ്റെ പൊടി. പിന്നെ നമുക്ക് എന്താ പറയുക, മിക്സഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കസൂരി മേത്തി കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അടുത്തതായിട്ട് വേണ്ടത്. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈവച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ കബാബിൽക്ക് കടലമാവൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതും കൂടെ ചേർത്ത്
ചേർത്താൽ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളത് ഫ്രൈ ചെയ്യേണ്ട നേരത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് മസാല നന്നായി പിടിക്കട്ടെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് വേഗം പോയി തുടച്ചെടുത്തിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനിവിടെ കബാബൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് കബാബ് ആക്കിയിട്ട് എടുക്കാറ്. എന്താ പറയുക, നമ്മുടെ എയർ ഫ്രയറിലും നന്നായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിലോട്ട് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഉമ്മാക്കും ഉപ്പാക്കും പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചീസ് ഇടാണ്ടിരുന്നത്. ഇനി ചിക്കനിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചീസൊക്കെ ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഞാൻ അപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താലും മട്ടൻ വേവ് കേട്ടോ, കാരണം മട്ടൻ ഇവിടെ നല്ല കൊത്തിറച്ചിയാക്കിയിട്ടല്ലേ നമുക്ക് കിട്ടണത്. അപ്പോൾ വേവൂലേ എന്നുള്ള ഡൗട്ടൊന്നും ആർക്കും വേണ്ട കേട്ടോ. അങ്ങനെ ഈ ഒരു ലെവലിൽ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇച്ചിരി ലെമണൊക്കെ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ലഞ്ചെല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ വ്ലോഗ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതുപോലെ FB, യൂട്യൂബ്, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഈവനിങ്ങിലാണ് ഈ മഴയൊക്കെ പെയ്തത്. ഞാൻ ഈവനിങ്ങിലൊക്കെ വീഡിയോ എടുക്കണം വിചാരിച്ചാണ്, പക്ഷെ നമുക്ക് ഒത്തിരി വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇനി ഒരു 2-3 ദിവസം ഭയങ്കര ബിസി ആയതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ എല്ലാം എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ എന്താ പറയുക ഒരു ചെറിയ വ്ലോഗാക്കിയത് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ബൈ. മഴയൊക്കെ കണ്ട് ഒന്ന് ആസ്വദിക്കുക കേട്ടോ. മഴയുടെ സൗണ്ട് ഞാനിതാ ഇപ്പം ഇടാം.